സ്വാഗതം. ഈ വർഷത്തെ NMMS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞു. നാളെയാണ് പരീക്ഷ. പരീക്ഷയുമായി ബന്ധപ്പെട്ട അവസാന നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. നമുക്കറിയാം 2 പേപ്പറുകളിലായിട്ട് മാറ്റും സാറ്റുമായിട്ട് നാളെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3:30 മണി വരെയാണ് പരീക്ഷ നടക്കുന്നത്. എല്ലാവരും പഠിച്ച് റിവിഷനൊക്കെ നടത്തി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളോട് 1-2 കാര്യങ്ങളും കൂടി സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഒരുങ്ങണമെന്നും എങ്ങനെ ലാസ്റ്റ് ടൈം റിവിഷന്, അതുപോലെ തന്നെ എങ്ങനെയാണ് പരീക്ഷാ ഹാളിലേക്ക് എത്തേണ്ടതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ സമയം മുതൽ ഇനിയുള്ള സമയം നിങ്ങൾ റിലാക്സ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പഠനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ച് നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രീ ആക്കി നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് ഇതിനെ കാണുക എന്നുള്ളതാണ്. പഠനങ്ങൾ പുതിയതായിട്ട് ഒന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല. പുതിയ കാര്യങ്ങളൊന്നും മാറ്റാണെങ്കിലോ സാറ്റാണെങ്കിലോ നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട. പഠിച്ചതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക. പരമാവധി കൂളായിട്ടിരിക്കുക. പരീക്ഷയാണ്, എന്തായാലും പരീക്ഷ നമ്മൾ അറ്റൻഡ് ചെയ്യും. അതിനനുസരിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂളായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വീഡിയോക്ക് താഴെ കമൻ്റ് എടുത്തിട്ടുണ്ട്, എത്ര വേണം കട്ട് ഓഫ്, എത്രയായിരിക്കും നമ്മൾ എത്ര മാർക്ക് കിട്ടിയാലും നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത്. ആ കാര്യത്തിലൊന്നും നിങ്ങളിപ്പോൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു മാർക്ക് ടാർഗറ്റ് ചെയ്യുക. 120+ നിങ്ങൾ ടാർഗറ്റ് ചെയ്തോ. സാറ്റിലും മാറ്റിലും കൂടിയും 120-ന് മുകളിൽ മാർക്ക് ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾ സ്കോളർഷിപ്പ് അച്ചീവ് ആകും. അത് 120 മാർക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അധ്വാനിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ബാക്കിയുള്ള ചിന്തകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ടാർഗറ്റോ അല്ലെങ്കിൽ നമ്മുടെ കട്ട് ഓഫോ ഒന്നല്ല നമ്മുടെ വിഷയം. കട്ട് ഓഫ് ഒക്കെ അതിന് അനുസരിച്ച് ഓരോ ഇയറിലും മാറ്റം വരും. അതിലൊന്നും നിങ്ങൾ ബോധേഡാവേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്കായിട്ട് ഒരു മുന്നൊരുക്കമായിട്ട് നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു മൈൻഡ് ഫ്രീ ആക്കി ഇരിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത്. പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഹാളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യത്തെ പരീക്ഷ മാറ്റാണ്. മാറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഏരിയാസ് ആദ്യം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാറ്റിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം 1 by 1 ആയിട്ട് നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻസ് 1 കഴിഞ്ഞ് 2, 3, 4 അങ്ങനെ ആ ഒരു ഓർഡറിൽ തന്നെ പോകണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ന്യൂമറിക്കൽ സീരീസ് ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ ആ 5 ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ആ 5 ക്വസ്റ്റ്യൻ പെട്ടെന്ന് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ലെറ്റർ സീരീസ്, അത്തരത്തിൽ വെൻ ഡയഗ്രാംസ്, ഇതുപോലെ തന്നെ മിസ്സിംഗ് നമ്പേഴ്സ് പോലത്തുള്ള ആലോചിച്ച് ചെയ്യേണ്ട, അതുപോലെ തന്നെ അനലോളജി, ഫിഗർ കംപ്ലീറ്റേഷൻ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അവസാനത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. മാറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഏതാണോ അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ചിലപ്പോൾ 1 മുതൽ 90 വരെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒരു റൗണ്ട് വായിച്ച് കഴിയേണ്ടി വരും. സാധാരണ എല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവരും പറയുന്ന ഒരു ടിപ്സാണ് ആദ്യം ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ് ആയിട്ടും പിന്നെ തേർഡ് റീഡിങ്. ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നു. സെക്കൻഡ് റീഡിങ്ങിൽ നമുക്ക് പാർഷ്യലി അറിയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ദെൻ തേർഡ് റീഡിങ്ങിൽ നമ്മൾ ഗസ്സിങ്ങിനും മറ്റുമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിനും കഴിയുന്നതും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് സമയമുണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം NMMS പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കൊന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരം തെറ്റിക്കാതെ അവസാന ഭാഗങ്ങളിൽ നിങ്ങൾ ഗസ്സിങ്ങിനും അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നതിനെ നമ്മൾ ഓപ്ഷൻസൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ആ ട്രിക്സൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ അവസാന റൗണ്ട് ക്വസ്റ്റ്യൻ റീഡിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത്. സാറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്, മാറ്റിൽ നമുക്കൊരു 70-80 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കുക. 80 മാർക്ക് നമുക്ക് നേടും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ സാറ്റിൽ നമുക്കൊരു 120-ലേക്ക് എത്തണമെങ്കിൽ 40-50 മാർക്ക് മതി എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാ സ്റ്റുഡൻസിനും ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് സോഷ്യൽ സയൻസിൻ്റെ
35 ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഈ 35 ക്വസ്റ്റ്യനിൽ ഒരു 30 ക്വസ്റ്റ്യനിലെങ്കിലും ശരിയാക്കി ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബയോളജി എളുപ്പമുള്ള ഏരിയയാണ്. അത് കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള അഭിരുചികളുണ്ടാവും, ഓരോ ടേസ്റ്റുകളുണ്ടാവും. ചിലവർക്ക് മാത്സ് ആയിരിക്കും എളുപ്പം, ചിലവർക്ക് ബേസിക് സയൻസിലെ ഫിസിക്സ് ആയിരിക്കും, കെമിസ്ട്രി ആയിരിക്കും, ബയോളജി ആയിരിക്കും, ഇത് സോഷ്യൽ സയൻസ് ആയിരിക്കും. അപ്പോൾ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചത് എന്നുള്ളത് ആദ്യം ചെയ്യുക. സാറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ ആ 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടാവും 1 മുതൽ 35 വരെ ഇന്ന ക്വസ്റ്റ്യനാണ്. ബേസിക് സയൻസ് ആണെങ്കിൽ ബേസിക് സയൻസ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് ആണെങ്കിൽ മാത്ത്. അപ്പോൾ ഓരോന്നും ഓരോ പാർട്ടായിട്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും തെറ്റ് വരുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് ആ ഏരിയയ്ക്ക് തന്നെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡയറക്ഷൻസ് നിർബന്ധമായിട്ട് മുഴുവനായിട്ടും ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് തറോ ആക്കിയപ്പെട്ട ഏരിയ ആദ്യം ചെയ്യുക. OMR ഷീറ്റിൽ കുറേ ബബ്ലിംഗ് കാണുന്ന സമയത്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ആണ് വരുന്നത്. ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കറക്റ്റായിട്ട് ഓരോ ആൻസർ ബബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് വീണ്ടും വീണ്ടും പുതിയത് ചെയ്യുന്നതിനുള്ള ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഏറി വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്. ഏറ്റവും അറിയുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആദ്യം തന്നെ ചെയ്യുക എന്നുള്ളത്. ഒരു 35 മാർക്കിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ അല്ലെങ്കിൽ 35 മാർക്കിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ OMR ഷീറ്റിൽ മൂന്നിലൊരു ഭാഗത്തിലേറെ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് എന്താണ് കുറഞ്ഞ സമയത്തിനുള്ള ഫസ്റ്റ് പാർട്ട് നിങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ മാത്സ് പോലത്തെ തിയററ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് വേണ്ട സമയങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ 1, 2, 3, 4 അങ്ങനെ തന്നെ ആൻസർ ചെയ്യും എന്നുള്ള ഒരു കണ്ടീഷനും ഒരു നിർബന്ധം ആരും വെക്കരുത്. അറിയുന്ന ആൻസറുകൾ പെട്ടെന്ന് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ നാളേക്ക് പോകുന്ന സമയത്ത് എല്ലാവിധ ഒരുക്കങ്ങളും നിങ്ങൾ നടത്തണം എന്നുള്ളതാണ്. ആ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബാഗ്, അതുപോലെ തന്നെ പെൻസില്, വാട്ടർ ബോട്ടിൽ, ടിഫിന്, അതുപോലെ തന്നെ എല്ലാ സംഗതികളും ഒരുക്കി വെച്ച് ഒരു ടെൻഷനും ഇല്ലാതെ നാളെ രാവിലെ നിങ്ങൾ അതിനായിട്ട് പോകുക എന്നുള്ളതാണ്. എക്സാം കഴിയും. എക്സാമിൻ്റെ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഡിസ്കഷനും എക്സാമിന് മുമ്പോ ശേഷമോ നിങ്ങൾ നടത്തേണ്ട. ഇപ്പോൾ മാറ്റിൻ്റെ എക്സാം നിങ്ങൾ കഴിഞ്ഞു. മാറ്റ് എക്സാം രാവിലെ 11:30 നിങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 1.5-2 മണിക്കൂർ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ മാറ്റിൻ്റെ സൊല്യൂഷൻസ് ഒന്നും തപ്പി നടക്കരുത്, അത് ചർച്ച ചെയ്ത് നടക്കരുത് എന്ന് അവസാനമായിട്ട് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. ഒരിക്കലും ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും ഡിസ്കസ് ചെയ്യരുത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഡിസ്കസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്കൊരു എക്സാമും കൂടി ബാക്കിയാണ്. അതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ കണക്കോടും തിയററ്റിക്കലും കുറേ കാണാതെ പഠിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ സാറ്റിന് നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഇതുവരെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള നോട്ടുകളുണ്ടാവും, ലെക്ചേഴ്സ് നോട്ടും ഹാൻഡ് നോട്ടുകളൊക്കെ ഉണ്ടാവും, കുറിപ്പുകളുണ്ടാവും, ഈസി ടു റിമെമ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ആ സമയത്ത് ആ 11:30 മുതൽ 1 മണി സമയം വരെ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമാക്കി മാറ്റുക. അല്ലാതെ മാറ്റിൽ എത്രണ്ണം ശരിയാക്കി എത്രണ്ണം തെറ്റാക്കി എന്നൊന്നും നിങ്ങൾ ചർച്ച ചെയ്യാൻ ആ സമയത്ത് ഇരിക്കരുതെന്ന് അവസാനമായിട്ട് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയതിൻ്റെ ശേഷം 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആൻസർ കീ നോക്കിയാൽ മതി. ആൻസർ കീയുടെ വീഡിയോസൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. ടേൺ ടു ലേൺ ഏകദേശം 1200 വിദ്യാർത്ഥികൾ, 1200-ലധികം വിദ്യാർത്ഥികൾക്ക് വേണ്ട മെൻറ്റർഷിപ്പൊക്കെ നൽകിയിട്ടുണ്ട് ഈ വർഷം. അതുപോലെ തന്നെ NTSCക്കും 800ഓളം വിദ്യാർത്ഥികൾക്ക് നമ്മൾ മെൻറ്റർഷിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ പറയുന്നത് നിങ്ങളൊക്കെ സ്കോളർഷിപ്പ് നേടിയതിൽ അറിയുന്നതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.